നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ നന്നായി വളരുന്ന ഒരു ഫ്ലവറിങ് ക്രീപ്പറാണ് മാൻഡിവില്ല പ്ലാന്റ്സ്. അപ്പോസൈനേസി ഫാമിലിയിൽപ്പെട്ട ഒരു പ്ലാന്റാണിത്. ബ്രസീലിയൻ ജാസ്മിൻ, റോക്ക് ട്രംപറ്റ്, ഡിപ്ലാഡീനിയ എന്നീ പേരുകളിലെല്ലാം മാൻഡിവില്ല പ്ലാന്റ് അറിയപ്പെടുന്നു. സിന്തേരി മാൻഡിവില്ല പ്ലാന്റ്സിന്റെ 3 കളേഴ്സാണ് ഇത്തവണ നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അവ കോംബോ ആയിട്ട് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് വാങ്ങിക്കാം. ഇനി ഓരോ പ്ലാന്റ്സുകളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാവുന്നതാണ്. നല്ല ബുഷിയായി നിൽക്കുന്ന പ്ലാന്റ്സുകൾ, അതും പൂക്കളും മൊട്ടൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. വിത്തൗട്ട് പോട്ടായിട്ടായിരിക്കും പ്ലാന്റുകൾ അയക്കുന്നത്. സിന്തേരി മാൻഡിവില്ല പ്ലാന്റിന്റെ പ്രത്യേകത ഒരുപാട് ക്രീപ്പ് ചെയ്ത് പോവില്ല. ഇവയുടെ ലീഫുകൾ കണ്ടില്ലേ, അടുത്തടുത്തായിരിക്കും ലീഫുകൾ. നോർമലി നമ്മൾ കാണുന്ന മാൻഡിവില്ല പ്ലാന്റ്സുകൾ നന്നായിട്ട് ക്രീപ്പ് ചെയ്ത് കുറച്ച് വിട്ടാണ് ഇവയുടെ ലീഫ്, ഓരോ നോഡ് വരുന്നത് ഇച്ചിരി ഗ്യാപ്പിലായിരിക്കും. എന്നാൽ സിന്തേരി മാൻഡിവില്ലയുടെ അടുത്തടുത്ത നോഡുകളായിരിക്കും, തിങ്ങിയിട്ടാണ് ലീഫുകൾ ഉണ്ടാകുന്നത്. അതിനനുസരിച്ച് തന്നെ പൂക്കളും ഉണ്ടാകുന്നു. അടുത്തടുത്ത് നോഡ് വരുന്ന പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് അവയുടെ തൂമ്പുകൾ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് പുതിയ ഷൂട്ട് വന്നിട്ട് നല്ല തിക്കായിട്ട് പ്ലാന്റ്സുകൾ കാണപ്പെടുന്നു. നമുക്ക് ഈ മാൻഡിവില്ല പ്ലാന്റ് ക്രീപ്പ് ചെയ്ത് വിടാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റിക്കൊക്കെ കൊടുത്ത് ക്രീപ്പ് ചെയ്ത് പടർത്തി വിടാം. അതല്ല നമുക്ക് ചെറിയൊരു പോട്ടിൽ ബുഷിയായിട്ട് നിർത്തണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവയുടെ മേൽഭാഗം, ആ പുതിയ തളിർപ്പ് വരുന്നതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ബുഷിയായിട്ട് അങ്ങനെയും വളർത്തിയെടുക്കാം. അത്യാവശ്യം നല്ല ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റും എല്ലാ ദിവസവും നനവും ആവശ്യമായൊരു പ്ലാന്റ് തന്നെയാണിത്. മാസത്തിൽ 1-2 തവണ ഫെർട്ടിലൈസേഴ്സ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതിനായിട്ട് നമുക്ക് മൈക്രോ ന്യൂട്രിയൻ്റ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ 19-90-19, അതുപോലെ കാൽഷ്യം നൈട്രേറ്റും. ഈ കാൽഷ്യം നൈട്രേറ്റും 90-90 തന്നെ ഇടവിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ ഇവയിൽ നന്നായിട്ട് എല്ലാ സമയത്തും പൂക്കളുണ്ടാവുന്നുണ്ട്. എല്ലാ ദിവസവും നനവ് വേണമെന്നുണ്ടെങ്കിലും പ്ലാന്റിൻ്റെ പോട്ടിനുള്ളിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് ഡ്രെയിനേജ് ഹോളുള്ള പോട്ട് തന്നെ തിരഞ്ഞെടുക്കാനായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സൈസിലുള്ള 3 പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നതെന്ന് പറഞ്ഞു. 3 പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 950 രൂപയാണ്. ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് കേരളത്തിൽ എവിടെയായാലും ഈ പ്ലാന്റുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇനി ഓരോ പ്ലാന്റ് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 300 രൂപയും കൊറിയർ ചാർജുമാണ്. 3 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്: റെഡ്, ഡാർക്ക് പിങ്ക്, ലൈറ്റ് പിങ്ക്. കളർ സെലക്ഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണ്ട കളേഴ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലാത്ത പക്ഷം ഏത് കളറാണ് വേണ്ടത്, ലൈറ്റ് പിങ്ക് ആണെങ്കിൽ ലൈറ്റ് പിങ്ക്, ഡാർക്ക് പിങ്ക്, അങ്ങനെ നിങ്ങൾ വാട്സപ്പിലേക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാലും മതിയാകും. പ്ലാന്റ്സ് കിട്ടുന്ന സമയത്തുള്ള, അൺബോക്സ് ചെയ്യുന്ന സമയത്തുള്ള വീഡിയോ എടുത്തു വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ സമയത്ത് പ്ലാന്റ്സ് റിക്കവറായി വരാത്ത രീതിയിലുള്ള ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ അവയുടെ പേയ്മെൻറ്റ് റീഫണ്ട് ചെയ്തു തരികയോ അതല്ലാത്ത പക്ഷം നെക്സ്റ്റ് എന്തെങ്കിലും പ്ലാന്റ് എടുക്കുന്ന കൂടെ അയച്ചു തരികയോ ചെയ്യുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.